ഇടിയപ്പമൊക്കെ എല്ലാ ദിവസവും വീട്ടിൽ തയ്യാറാക്കാറുണ്ട്. പക്ഷേ മാമ്പഴം കൊണ്ടുള്ള ഇടിയപ്പമായാലും നല്ല പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഇഷ്ടം. അപ്പോൾ ഇടിയപ്പം കുറച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇഷ്ടമില്ല ഇതുപോലെ കുഴച്ച് കഴിക്കണം. കാരണം അതിൻ്റെ കളറ് കണ്ടില്ലേ, ആ മാമ്പഴത്തിൻ്റെ നാച്ചുറൽ കളറും മാമ്പഴത്തിൻ്റെ ടേസ്റ്റും മധുരവും ഇടയ്ക്ക് ആ തേങ്ങയൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. നല്ല പഴുത്തൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ തോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. തോലൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി അടുത്തതായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് തുടങ്ങി. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മാവ് കുഴയ്ക്കാവുള്ളൂ. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. ആ പൊടിയിലേക്ക് നമുക്ക് ഇനി അടുത്ത് മിക്സ് ചെയ്യാനുള്ള ചേരുവകളൊക്കെ ചേർക്കാം. നല്ല പഴുത്ത മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല തിളച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. വെള്ളവും കൂടെ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. കുറച്ച് എണ്ണ കൂടി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടാനാണ്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ചില്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങ കൂടെ അതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ആവിയിൽ ഈ മാങ്ങയുടെ തേങ്ങയുടെ ഒക്കെ മണം ഉണ്ടല്ലോ, ഭയങ്കര കൊതിയാവും. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇന്ന് ഇഷ്ടത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള മാമ്പഴത്തിൻ്റെ നല്ല മധുരവും ടേസ്റ്റും ഫ്ലേവറും മണവും ആ ഒരു കളറും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ല ഇടിയപ്പമാണ്. ഇടയ്ക്ക് നോർമലായിട്ടുള്ളൊരു ഇടിയപ്പം വെച്ചിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളൊരു ഇഷ്ടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഈ മാങ്ങ കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടല്ലോ, കറിയുടെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാം. മാങ്ങയുടെ ഫുള്ളായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. നല്ല മണം കേട്ടോ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാമ്പഴക്കാലമാണ്, നല്ല പഴുത്ത മാങ്ങ നിറയെ കിട്ടുന്ന സമയമാണ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് നമ്മുടെ മാങ്ങ ഇടിയപ്പം.